ശരി, റിപ്പോർട്ട് വായിക്കുകയാണ്. ട്രിവാൻഡ്രം ഫ്ലവേഴ്സ് അസോസിയേഷൻ്റെ 37ാം സമ്മേളനം കഴിഞ്ഞ 27/12/2024 കിള്ളിപ്പാലം CSS ഹാള് വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷമുള്ള ഒരു വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാനുമായി സംഘടന വാർഷിക പൊതുയോഗം നടത്താൻ തീരുമാനിക്കുകയും അതിന് പ്രകാരം 29/12/2025 തിങ്കളാഴ്ച ദിവസമായ ഇന്ന് CSS ഹാളിൽ വെച്ച് തന്നെ പൊതുയോഗം നടത്താനും വിവിധ കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അതിന് പ്രകാരം എടുത്ത തീരുമാനത്തിനനുസരിച്ച് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും അംഗീകാരത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യേണ്ട അവകാശം നിങ്ങളുടേതാണ്. ആ വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സംഘടനയുടെ 37ാം സമ്മേളനം 27/12/2024 രാവിലെ കൃത്യം 9:30 ട്രിവാൻഡ്രം ഫ്ലവറിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുരേഷ് കുമാർ പതാക ഉയർത്തുകയും തുടർന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയായ കെവിൻ ജിജോ അനുശോചനവും രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് സ്വാഗത പ്രസംഗത്തിനായി ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുകയും അദ്ദേഹം സ്വാഗതമർപ്പിക്കുകയും ചെയ്തു. ട്രിവാൻഡ്രം ഫ്ലവറിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുരേഷ് കുമാർ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തുടർന്ന് സംഘടനയോടൊപ്പം എന്നും കൈകോർത്ത് നിന്ന ശ്രീ ചാല നാസർ, അതുപോലെ ബഹുമാനപ്പെട്ട ചാല ഏരിയ സെക്രട്ടറി ജയൽകുമാർ, അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാരൻ നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എസ് ഹരിദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കുകയും ചർച്ചയ്ക്ക് വിടുകയും ചെയ്തു. 36ാം വാർഷിക സമ്മേളനം തെരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ പ്രവർത്തനരഹിതരായ വിനു എം, എസ് ശ്രീകുമാരൻ നായർ എന്നിവരെ ഒഴിവാക്കി പകരം രാധാകൃഷ്ണൻ നായർ, ശ്രീകുമാരൻ KBN എന്നിവരെയും സ്ത്രീകളിൽ നിന്നും സുജയെ കൂടി ഉൾപ്പെടുത്തി 30 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും സമ്മേളനം അത് ഐകകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് 2 രക്ഷാധികാരി ഉൾപ്പെടെ 13 അംഗ ഭാരവാഹി പട്ടികയും അവതരിപ്പിച്ച് സമ്മേളനത്തിൻ്റെ അംഗീകാരം വാങ്ങുകയും ചെയ്തു. ഇതിൽ മുൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ടി മണികണ്ഠനെ വൈസ് പ്രസിഡന്റായും കാലങ്ങളായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തുടർന്ന എ ഷാജഹാനെ ജോയിന്റ് സെക്രട്ടറിയായും അവതരിപ്പിച്ച് സമ്മേളനത്തിൻ്റെ അംഗീകാരം വാങ്ങുകയുണ്ടായി. തുടർന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാന നറുക്കെടുപ്പ് നടത്തുകയും നറുക്കെടുപ്പിലൂടെ 107 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഇല്ലാതിരുന്ന പല അംഗങ്ങൾക്കും നറുക്ക് വീണെങ്കിലും അത് മാറ്റിയ ശേഷം അവസാനം വരെ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമായി നറുക്കെടുപ്പ് ക്രമീകരിച്ച് കമ്മിറ്റി മാതൃക കാട്ടി. നറുക്കെടുപ്പിലൂടെ നൽകിയ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തവരിൽ കരമന വ്യാപാരിയായ TG ശ്രീധർ, അമ്മ പൂക്കട 25 പ്രോത്സാഹന സമ്മാനങ്ങളും, കരമന മുത്തുകൃഷ്ണൻ്റെ വകയായി 20 പ്രോത്സാഹന സമ്മാനങ്ങളും, ചാല ഓംകാരം ഫ്ലവർ മാർട്ട് നടത്തുന്ന R ജയപ്രസാദിൻ്റെ വകയായി 4 സമ്മാനങ്ങളും, അവസാന നറുക്കെടുപ്പിൽ നൽകാനായി 3 പ്രഷർ കുക്കർ അടങ്ങിയ ഒരു കോംബോ സമ്മാനം നൽകി RG മുരുകനും ബാക്കി 57 സമ്മാനങ്ങൾ അസോസിയേഷൻ്റെ വകയായി നൽകുകയും ചെയ്തു. രാവിലെ മുതൽ സമ്മേളനം പിരിയുന്നതുവരെയുള്ള ഇടവേളകളിൽ ഒരു കറാഗോ ഗാനമേള അവതരിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടി സ്പോൺസർ ചെയ്ത നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയായ കെവിൻ ജിജോ ആണ്. സമ്മേളനത്തിൻ്റെ വിജയത്തിനായി സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത TG ശ്രീധർ, മുത്തുകൃഷ്ണൻ, ജയപ്രസാദ്, RG മുരുകൻ എന്നിവർക്കും ഗാനമേള സ്പോൺസർ ചെയ്ത കെവിൻ ജിജോ കരമനയ്ക്കും ഗാനമേള അവതരിപ്പിച്ച ഗായകർക്കും ഇടയിൽ വയലിൻ വായിച്ച വ്യക്തിക്കും സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും സഹകാരികൾക്കും സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും 37ാം സമ്മേളനത്തിൻ്റെ പേരിലും സംഘാടകരുടെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 37ാം വാർഷിക സമ്മേളനം തിരഞ്ഞെടുത്ത ഭരണസമിതി അംഗങ്ങൾ: രക്ഷാധികാരികൾ ശ്രീ ശശിധരൻ നായർ, ശ്രീ സുകുമാരൻ നായർ, പ്രസിഡന്റ് കെ സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ എസ് ശ്രീകുമാരൻ നായർ, ട്രഷറർ എസ് ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാർ ടി സുരേഷ് കുമാർ, എസ് അംബിക, ടി മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറിമാർ ജെ റീന, കെ കെവിൻ, രഘുനാഥൻ നായർ, RG മുരുകൻ,